സോളാർ റിലേറ്റഡ് ആയിട്ട് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ഷെഫീഖുമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് മുതൽ ഞാൻ ഷെഫീഖും കൂടെ ഒരു പേജിൻ്റെ ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ് അല്ലെ ഷെഫീഖ്? കംപ്ലീറ്റ്ലി സോളാറിനെ കുറിച്ച് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേജ്. എനിക്ക് തോന്നുന്നത് ഇലുമിൻ എനർജി എന്ന കമ്പനി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേരളത്തിന് പുറത്തും അങ്ങോളം ഇങ്ങോളം ഒരുപാട് പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിലൂടെ ഇന്റൻഷൻ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോളാറുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. ഒന്നുകൂടെ നമ്മൾ എല്ലാ വീഡിയോയിലും കൈതരുന്നത് നിങ്ങളുടെ പുതിയ പേജിലേക്കുള്ള കൈയാണല്ലേ. ഷെഫീഖ്, ഒരു കോമൺ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വീട് വെക്കുന്ന ഒരാൾ അയാൾ സോളാറിനെ കുറിച്ച് എപ്പോൾ മുതലാണ് ചിന്തിച്ചു തുടങ്ങേണ്ടത്? പേഴ്സണലി പറയുകയാണെങ്കിൽ സോളാറിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതല്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വീട്ടിലെ നമ്മുടെ പവറിന്റെ ഒപ്റ്റിമൈസേഷൻ. പവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, അതിനെങ്ങനെ കുറച്ചുകൂടി എനർജി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. സോളാർ അവസാനം ചിന്തിച്ചാൽ മതി. സോളാർ ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ സോളാറിനെ പറ്റി ആലോചിച്ചിട്ടല്ല വീട് വെക്കേണ്ടത്. വീട് വെക്കുമ്പോൾ നമ്മുടെ പവറിന്റെ കൺസപ്ഷൻ ഏറ്റവും ചുരുക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ആദ്യം വയറിംഗിൽ ശ്രദ്ധിക്കാം. വയറിംഗ് പ്രോപ്പർ ആയിട്ടുള്ള വയറിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത എന്താ പറയുക ഹീറ്റ് ലോസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ വീടിന്റെ എർത്തിങ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ എർത്തിങ്ങിൽ നമുക്ക് എന്താ പറയാ ലോസേജ് ഉണ്ടാവില്ല. അതായത് എർത്ത് വഴി നമ്മൾ പറയില്ല എർത്ത് ലീക്കേജ് കാരണം കറണ്ട് ബില്ല് കൂടുന്നു എന്നൊക്കെ പറയും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്യുപ്മെന്റ്സിലേക്ക് വരുമ്പോൾ എക്യുപ്മെന്റ്സ് നമ്മളിപ്പോ BLDC ഫാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ LED ലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ 5 സ്റ്റാർ AC വാങ്ങുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അപ്ലയൻസസ് ഇപ്പോൾ ഫ്രിഡ്ജസ് ആണെങ്കിലും മോട്ടറൊക്കെ ഇപ്പോൾ BLDC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഒരുപാട് പവർ അവിടെ കുറയ്ക്കാൻ പറ്റും. ഫ്രിഡ്ജ് കുറച്ചും കൂടി നല്ല എന്താ പറയുക എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങുക. അതേപോലെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള എല്ലാം തന്നെ കുക്കിംഗ് ഒരുപാട് പേര് ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കറിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഒരുപാട് അതർ ചെലവുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ പവറിന്റെ യൂസേജ് ഏറ്റവും കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ സോളാർ ചെയ്താൽ മതി. ഇത് ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വലിയൊരു എന്താ പറയുക എല്ലാം വാരി വലിച്ച് ചെയ്തു വെക്കുകയും അവസാനം വന്നിട്ട് നമ്മൾ കറണ്ട് ബില്ല് കൂടുതലാന്ന് പറയുമ്പോൾ നമ്മൾ സോളാറിലും വലിയത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫസ്റ്റ് വീഡിയോയിൽ കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ കൺസെപ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സോളാറുകൾ വെച്ചാൽ മതി അല്ലേ? അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഹോം അപ്ലയൻസ് അതൊക്കെ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എനർജി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുക. അതിനുശേഷം പിന്നെ എപ്പോഴാണ് സോളാർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചല്ലോ, ആ സമയത്ത് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്നതിന് വളരെ സന്തോഷം. അപ്പൊ ഇലുമിൻ എനർജി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ സന്തോഷം. ഒന്നുകൂടെ വീണ്ടും കാണാം. താങ്ക് യു.